പെർസെൻറ്റേജ് എന്നാൽ അതിനർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 100-ൽ എത്രയാണ്. അപ്പം 50% എന്ന് വെച്ചാൽ അതിനർത്ഥം 100-ൽ 50 എന്നാണ്. ഇനി പെർസെൻറ്റേജ് എന്ന വാക്കിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഇൻറ്റു 1/100 എന്നാണ്. അപ്പം അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ നമുക്കിത് ഒറ്റയടിക്കാൻ കിട്ടും. 50 ഇൻറ്റു 1/100 ആണ് ഈ സംഖ്യ, അഥവാ 100-ൽ 50. ഓക്കെ, അത് നമുക്ക് ഒറ്റയടിക്ക് കിട്ടും. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, 2/5 എത്ര പെർസെൻറ്റേജ് ആണ്. നമുക്കറിയില്ല പെർസെൻറ്റേജ് 100-ൻ്റെ കണക്കിൽ വരുന്നത്. സോ ഡിനോമിനേറ്റർ 100 ആക്കിയാൽ മേളിൽ എന്ത് വരുന്നു അതാണ് പെർസെൻറ്റേജ്. അപ്പം നമുക്ക് 5-നെ 20 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 100 വരും. സോ അതിനൊക്കെ ഡിനോമിനേറ്റർ എന്ത് ചെയ്യുന്നു, ന്യൂമറേറ്ററേ ചെയ്യാം. അപ്പം 100-ൽ നമുക്ക് 40 എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ അർത്ഥം എന്തുവാ, 40%. അതായത് 100-ൽ എത്ര കിട്ടിയതാണ് 40%. ഇനി ഒരു ഫ്രാക്ഷനെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ, ഫ്രാക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും. അപ്പം നമ്മൾ ഈ ഒരു ഫ്രാക്ഷനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 0.4 എന്ന് കിട്ടും. 0.4 എന്ന് വെച്ചാൽ എത്ര, 1-ൽ 0.4. അപ്പോൾ ഇതിനകത്ത് എന്താ, 1-ൽ 0.4. അപ്പോൾ നമുക്ക് ഡിനോമിനേറ്റർ എന്താക്കണം, 100 ആക്കണം. സോ 100-ൽ 0.4 ഇൻറ്റു 100 വിച്ച് ഈസ് ഈക്വൽ ടു എത്ര, 40. അതായത് നമ്മൾ പെർസെൻറ്റേജ് ആയിട്ടാണ് പറഞ്ഞത്, 40%. ഓക്കെ, 40%. ഇത് കിട്ടാനായിട്ട് ഇങ്ങനെ എത്ര ചിന്തിക്കേണ്ട കേസിൽ ഇത്രയേ ഉള്ളൂ. 2/5 ഇൻറ്റു 100. 2/5 ചെയ്യുമ്പോഴേ 1-ൽ എത്രയാണെന്ന് കിട്ടും. 1-ൽ എത്രയാണെന്ന് ഇത് തരും. സോ പിന്നെ 100-ൽ എത്രയാണെന്ന് അറിയാം, 100 ഇൻറ്റു അത് ചെയ്യാം. അപ്പം 0.4 തവണ 100-നെ ആഡ് ചെയ്യണം. അതാണ് ഇവിടെ 0.4 തവണ 100-നെ ആഡ് ചെയ്യണം. അതായത് 0.4 ഇൻറ്റു 100. അപ്പം നമുക്ക് 40 ഉത്തരം കിട്ടും. എന്നിട്ട് പെർസെൻറ്റേജ് ചേർത്തങ്ങ് പറഞ്ഞാൽ മതി. പെർസെൻറ്റേജ് ചേർത്ത് നമ്മളങ്ങ് പറയാം.